ആലപ്പുഴയുടെ രാഷ്ട്രീയ ഗോതയിൽ മുൻഗാമിയും പിൻഗാമിയും തമ്മിലുള്ള പോര് തെരുവിലേക്ക് പടർന്നു. അമ്പലപ്പുഴ MLA H. സലാമും മുൻ മന്ത്രി G. സുധാകരനും തമ്മിലുള്ള വാക്പോര് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കും നീങ്ങിയിരിക്കുകയാണ്. തന്നെ വിമർശിച്ച G. സുധാകരൻ അത്യന്തം രൂക്ഷമായ ഭാഷയിലാണ് H. സലാം മറുപടി നൽകിയത്. സുധാകരൻ തന്റെ നേരെ ഭ്രാന്ത് പിടിച്ച് തുള്ളാൻ വരേണ്ടെന്നും CPIMകാർക്ക് ക്ലാസ് എടുക്കാൻ നിൽക്കണ്ടെന്നും സലാം തുറന്നടിച്ചു. സുധാകരൻ തൊപ്പിവെച്ച് ചെണ്ട കൊട്ടി തന്നവരുടെ അടുത്ത് പോയി തുള്ളിയാൽ മതി എന്ന് സലാം പരിഹസിച്ചു. UDF പിന്തുണയോടെയാണ് സുധാകരൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന വ്യക്തമായ സൂചനയാണ് സലാം നൽകിയത്. കോൺഗ്രസുകാർക്കും BJPക്കാർക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ക്ലാസ് എടുത്താൽ മതിയെന്നും CPIM പ്രവർത്തകർക്ക് സുധാകരന്റെ ഉപദേശം ആവശ്യമില്ലെന്നും സലാം വ്യക്തമാക്കി. സുധാകരന്റെ രാഷ്ട്രീയ മാറ്റത്തെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. G. സുധാകരന്റെ യഥാർത്ഥ മുഖം കേരളം അറിയണമെന്നാണ് സലാം പറയുന്നത്. ഇതിനായി സൂര്യ നമ്പൂതിരി മുതൽ കൽപ്പകവാടി വരെ എന്ന പേരിൽ ഒരു ലേഖന പരമ്പര സോഷ്യൽ മീഡിയ വഴി പുറത്തിറക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി 10 ദിവസത്തിനുള്ളിൽ ഈ പരമ്പര എഴുതി തുടങ്ങും. സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ദുരൂഹതകളും നിലപാടില്ലായ്മയും തുറന്നു കാട്ടാനാണ് തന്റെ ശ്രമമെന്ന് സലാം കൂട്ടിച്ചേർത്തു. നേരത്തെ EV ശ്രീധരൻ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വെച്ച G. സുധാകരൻ സലാമിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിയിരുന്നു. സലാമിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്നായിരുന്നു സുധാകരന്റെ ചോദ്യം. തിരഞ്ഞെടുപ്പിൽ സലാമിന് തോൽവി ഉറപ്പാണെന്നും അതിന്റെ പരിഭ്രാന്തിയിലാണ് അദ്ദേഹം തനിക്കെതിരെ സംസാരിക്കുന്നതെന്നും സുധാകരൻ ആരോപിച്ചു. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം. സലാമിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ തന്നെ ക്രൂശിക്കാൻ സലാം ശ്രമിക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു. തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ സലാം എന്തിനാണ് വോട്ടെണ്ണൽ വരെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കോടതി സലാമിന്റെ പോക്കറ്റിലിരിക്കുന്ന കളിപ്പാട്ടമല്ലെന്നും നിയമപരമായ നീക്കങ്ങളെ താൻ ഭയപ്പെടുന്നില്ലെന്നും സുധാകരൻ വെല്ലുവിളിച്ചു. തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ നോക്കേണ്ടെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചും സുധാകരൻ ആശങ്ക പ്രകടിപ്പിച്ചു. കേരളം നമ്പർ 1 ആണെന്ന് പ്രസംഗിക്കുന്നവർ സ്നേഹത്തിന്റെ കാര്യത്തിൽ നമ്പർ 0 ആണെന്ന് അദ്ദേഹം പരിഹസിച്ചു. സാധാരണക്കാരന് കേരളത്തിൽ യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ല. ലോകത്ത് മറ്റെവിടെയും നടക്കാത്ത തരത്തിലുള്ള സാമൂഹിക കൊലപാതകങ്ങളാണ് കേരളത്തിൽ അരങ്ങേറുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ ക്രിമിനൽ മനോഭാവമുള്ളവർ കടന്നുകൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിലാണ് ഇത്തരം ക്രിമിനലുകൾ രാഷ്ട്രീയത്തിന്റെ തണലിൽ വളരുന്നതെന്നും സുധാകരൻ തുറന്നടിച്ചു. പേരുകൾ എടുത്തു പറയുന്നില്ലെങ്കിലും പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് പാർട്ടിയിൽ നടക്കുന്നതെന്ന് അദ്ദേഹം CPIMനെ ലക്ഷ്യം വെച്ച് പറഞ്ഞു. പാർട്ടിയുടെ ശുദ്ധീകരണം അനിവാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സുധാകരന്റെ ഈ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാവായ സുധാകരൻ പരസ്യമായി പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സലാമിന്റെയും സുധാകരന്റെയും പോര് അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രവർത്തകർക്കിടയിലുണ്ട്. പരസ്പരം ചെളിവാരി എറിയുന്നത് എതിരാളികൾക്ക് ഗുണകരമാകുമെന്നാണ് ഒരു വിഭാഗം കരുതുന്നത്. സലാമിന്റെ പുതിയ പരമ്പര പ്രഖ്യാപനം രാഷ്ട്രീയം കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. സുധാകരന്റെ ഏതെല്ലാം രഹസ്യങ്ങളാണ് സലാം പുറത്തുവിടുക എന്ന ചർച്ച നവമാധ്യമങ്ങളിൽ സജീവമാണ്. അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ മണ്ണ് ഈ വാക്പോരിലൂടെ കൂടുതൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ വ്യക്തിപരമായ തലത്തിലേക്ക് മാറിയതോടെ രാഷ്ട്രീയ സംവാദങ്ങൾ വഴിമാറി പോകുന്നതായും നിരീക്ഷണമുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. സുധാകരന്റെ മറുപടി എത്രത്തിലായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ആലപ്പുഴയിലെ രാഷ്ട്രീയ കാലാവസ്ഥ. എന്തായാലും അമ്പലപ്പുഴയിലെ ഈ പോര തിരഞ്ഞെടുപ്പിന് ശേഷം അവസാനിക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. സലാമും സുധാകരനും തമ്മിലുള്ള ഈ തുറന്ന യുദ്ധം കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായമായി മാറിയിരിക്കുകയാണ്.